അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണ് വിഭജനം, അഭയാർത്ഥി പ്രവാഹം എന്നിവ. വിഭജനം, അഭയാർത്ഥി പ്രവാഹം എന്നിവ. വിഭജനം, അഭയാർത്ഥി പ്രവാഹം മാത്രമല്ല, വർഗീയ ലഹളയുണ്ടായിരുന്നു. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനം, അതൊക്കെ വെല്ലുവിളികൾ തന്നെയായിരുന്നു. അപ്പൊ വിഭജനമുണ്ട്, അഭയാർത്ഥി പ്രവാഹമുണ്ട്, അതിന്റെ കൂടെ വർഗീയ ലഹളയുണ്ട്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിടേണ്ടി വന്ന വേറൊരു പ്രശ്നമാണ് വർഗീയ ലഹള. പിന്നെ എന്താണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതും ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു. പിന്നെ വർഗീയ ലഹളകളൊക്കെ നടന്ന സ്ഥലങ്ങള് കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചായത്ത്, കാശ്മീർ എന്നീ സ്ഥലങ്ങളിലൊക്കെ വർഗീയ ലഹളകൾ വ്യാപകമായിട്ട് നടന്നതാണ്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. നമുക്ക് ആദ്യം മൗണ്ട് ബാറ്റൻ പ്ലാൻ നോക്കാം. മൗണ്ട് ബാറ്റൻ പ്ലാൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നത് മൗണ്ട് ബാറ്റൻ ആണ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഗവർണർ ജനറൽ എന്നുള്ള പദവി ഉണ്ടായിരുന്നു. മൗണ്ട് ബാറ്റൻ ആയിരുന്നു ഗവർണർ ജനറൽ. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇന്ത്യയെ വിഭജിക്കുന്നതിനും, അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു. പിന്നെ സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാന്റെ മറ്റു പേരുകൾ എന്താണ്? ജൂൺ 3 പ്ലാന്, ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിവ. അപ്പം ഈ പേരുകൾ ഓർത്ത് വെക്കുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നുള്ളത് മാറ്റി ഈ ഏതെങ്കിലും പേരാണെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ജൂൺ 3 പ്ലാന് അത് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കിയുള്ളത് ബാൾക്കൻ പ്ലാന്, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ തന്നെയാണ്. 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത്. ഓർത്തു വെക്കുക. അപ്പൊ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. 1947 ജൂൺ 3, അതാണ് ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നത്. ജൂൺ 3 പ്ലാൻ 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചത് 1947 ജൂൺ 3 അതുകൊണ്ടാണ് ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആഘാതവും തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം വഷളായി. അപ്പൊ എന്താണ്, 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തന്നെ ബ്രിട്ടീഷുകാർ തിരിച്ചു പോകാനായിട്ട് അവർ തയ്യാറെടുത്തു. എന്തുകൊണ്ടാണ്? 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആഘാതവും തുടർന്നുള്ള സാമ്പത്തിക സമ്മർദ്ദവും ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം വഷളായി. ഏകദേശം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ വളർന്നു വരുന്ന അസ്വസ്ഥതകൾക്ക് മറുപടിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ലാറ്റ്ലി 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിടാനുള്ള ഉദ്ദേശം അറിയിച്ചു. അപ്പൊ എന്നാണ്, ഇന്ത്യയിൽ വളർന്നു വരുന്ന അസ്വസ്ഥതകൾക്ക് മറുപടിയായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആ സമയത്ത് ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. 1947 ഫെബ്രുവരി 20 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡം വിടാനുള്ള ഉദ്ദേശം പ്രഖ്യാപിച്ചു. ലോർഡ് വേവലിന് ശേഷം വൈസ്രോയി ആയി അദ്ദേഹം ലോർഡ് ലൂയിസ് മൗണ്ട് ബാറ്റനെ നിയമിച്ചു. അപ്പൊ എന്താണ്, ലോർഡ് വേവലിന് ശേഷം, വേവലിന് ശേഷമാണ് മൗണ്ട് ബാറ്റൻ വരുന്നത്. അതിനുശേഷം എന്താണ്, അദ്ദേഹം ലൂയി മൗണ്ട് ബാറ്റനെ നിയമിച്ചു. അധികാര കൈമാറ്റം സംബന്ധിച്ച് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകി. അപ്പൊ എന്താണ്, അധികാര കൈമാറ്റം, അതായത് ഇന്ത്യക്ക് അധികാരം കൈമാറുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകി, മൗണ്ട് ബാറ്റന് നൽകി. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത്
മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് ഏത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുമെന്ന് പറഞ്ഞ പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അപ്പൊ എന്താണ്? വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഹിതപരിശോധന നടത്തുമെന്ന് പറഞ്ഞ പ്ലാനാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇനി മൗണ്ട് ബാറ്റൻ പ്ലാനിലെ പ്രധാന വ്യവസ്ഥകൾ നോക്കാം. എന്തൊക്കെ വ്യവസ്ഥകളാണ് അതിലുണ്ടായിരുന്നതെന്ന് നോക്കാം. ആദ്യത്തേതാണ് ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് ആധിപത്യങ്ങളായി വിഭജിക്കാൻ പദ്ധതി നിർദ്ദേശിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സോവറിൻ സ്റ്റേറ്റ്സ് ആയിട്ട് വിഭജിക്കാനായിട്ട് പദ്ധതി നിർദ്ദേശിച്ചു. എന്നിരുന്നാലും ബംഗാളിന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കാനേ പറഞ്ഞുള്ളൂ, ബംഗാളിനെ വിഭജിക്കാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ബംഗാളിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കാനായിട്ട് അവര് നിഷേധിച്ചു. ഹൈദരാബാദിനെ പാകിസ്ഥാനിലേക്ക് ചേർക്കുന്നതും നിരസിക്കപ്പെട്ടു. അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ? എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് ആധിപത്യങ്ങളായി വിഭജിക്കാൻ പദ്ധതി നിർദ്ദേശിച്ചു. എന്നിരുന്നാലും ബംഗാളിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഹൈദരാബാദിനെ പാകിസ്ഥാനിലേക്ക് ചേർക്കുന്നതും നിരസിക്കപ്പെട്ടു. ഇനി അടുത്ത വ്യവസ്ഥ എന്താണ്? സ്വയംഭരണവും പരമാധികാരവും സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ. രണ്ട് പുതിയ ആധിപത്യങ്ങൾക്കും പൂർണ്ണ സ്വയംഭരണവും പരമാധികാരവും നൽകാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തു. അങ്ങനെ അവർക്ക് സ്വന്തം ഭരണഘടനകൾ തയ്യാറാക്കാൻ കഴിയും. സ്വന്തം ഭരണഘടന തയ്യാറാക്കുക. അങ്ങനെ രണ്ട് പുതിയ രാജ്യങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള സ്വയംഭരണ അധികാരവും നൽകാനായിട്ട് വ്യവസ്ഥ ചെയ്തു. ഈ നാട്ടുരാജ്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ എന്താണ് പറയുന്നത്? ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹവും കണക്കിലെടുത്ത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള ഓപ്ഷൻ നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. അപ്പൊ അടുത്ത എന്താണ് വ്യവസ്ഥ? ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹവും കണക്കിലെടുത്ത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള ഓപ്ഷൻ നാട്ടുരാജ്യങ്ങൾക്ക് നൽകി. അടുത്തത് ഭരണഘടനാ അസംബ്ലികൾ. ഇന്ത്യക്കും പാകിസ്ഥാനും അവരവരുടെ ഭരണഘടനകൾ രൂപീകരിക്കുന്നതിനായി പ്രത്യേക ഭരണഘടനാ അസംബ്ലികൾ സ്ഥാപിക്കേണ്ടിയിരുന്നു. അപ്പൊ അടുത്ത വ്യവസ്ഥ എന്താണ്? അവരോട് എന്ത് പറഞ്ഞു? ഇന്ത്യക്കും പാകിസ്ഥാനും അവരവരുടെ ഭരണഘടനകൾ രൂപീകരിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്തു. പ്രത്യേക ഭരണഘടനാ അസംബ്ലികൾ സ്ഥാപിക്കാനായിട്ട് വ്യവസ്ഥ ചെയ്തു. അടുത്തത് അതിർത്തി കമ്മീഷനുകൾ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തികൾ, പ്രത്യേകിച്ച് പഞ്ചാബ്, ബംഗാൾ പ്രവിശ്യകളിൽ അതിർത്തി നിർണയിക്കുന്നതിനായി അതിർത്തി കമ്മീഷനുകൾ രൂപീകരിച്ചു. അപ്പൊ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തികൾ പ്രത്യേകിച്ച് ഏതൊക്കെയാണ്? പഞ്ചാബ്, ബംഗാൾ പ്രവിശ്യകളിൽ അതിർത്തി നിർണയിക്കുന്നതിനായി അതിർത്തി കമ്മീഷനുകൾ രൂപീകരിച്ചു. പഞ്ചാബ്, ബംഗാൾ നിയമസഭകൾ, അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വിഭജനത്തെക്കുറിച്ച് ഈ അസംബ്ലികൾ പ്രത്യേക ഗ്രൂപ്പുകളായി വോട്ട് ചെയ്യും. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് വോട്ട് ചെയ്യും. ഈ പ്രവിശ്യകൾ വിഭജിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് ലളിതമായ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും. അപ്പൊ പഞ്ചാബ്, ബംഗാൾ നിയമസഭകളെ കുറിച്ചുള്ള വ്യവസ്ഥ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിഭജനത്തെക്കുറിച്ച് ഈ അസംബ്ലികൾ പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് വോട്ട് ചെയ്യും. അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് വോട്ട് ചെയ്യും. ഈ പ്രവിശ്യകൾ വിഭജിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ലളിതമായ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും വിഭജിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി സിന്ധ് പ്രവിശ്യയെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നിയമനിർമ്മാണ തീരുമാനത്തിലൂടെ സിന്ധ് സ്വന്തം ഗതി തീരുമാനിക്കും. സിന്ധ് സ്വന്തം ഗതി അവർക്ക് സ്വയം തീരുമാനിക്കാം. അടുത്തത് റഫറണ്ടങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും സിൽഹൈറ്റ് ജില്ലയിലും അവരുടെ ഭാവി നിർണ്ണയിക്കാൻ റഫറണ്ടങ്ങൾ നടത്തും. റഫറണ്ടം എന്താണ്? ജനഹിത പരിശോധനയാണ് അല്ലെ? വോട്ട് വഴി ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടം പറയാവുന്നതാണ്. ഇപ്പൊ റഫറണ്ടം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും സിൽഹൈറ്റ് ജില്ലയിലും അവരുടെ ഭാവി നിർണ്ണയിക്കാൻ റഫറണ്ടങ്ങൾ നടത്തും. ബംഗാളിലെയും പഞ്ചാബിലെയും അതിർത്തി നിർണ്ണയിക്കുന്നതിന് അതിർത്തി നിർണയ കമ്മീഷനെ ശുപാർശ ചെയ്തത് മൗണ്ട് ബാറ്റൻ
പ്ലാൻ ആണ്. അപ്പൊ എന്താണ്? ബംഗാളിലെയും പഞ്ചാബിലെയും അതിർത്തി നിർണയിക്കുന്നതിന് അതിർത്തി നിർണയ കമ്മീഷനെ ശുപാർശ ചെയ്തത് ആരാണ്? മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ്. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അംഗീകരിച്ചു. ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാക് അതിർത്തി നിർണയിക്കാൻ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ് സർ സിറിൽ റാഡ്ക്ലിഫ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ ആണ് അല്ലെ? റാഡ്ക്ലിഫ് ലൈൻ ആണ്. അധികാര കൈമാറ്റത്തിനായി 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അപ്പൊ എന്താണ്? അധികാര കൈമാറ്റത്തിനായി 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയാണ് VP മേനോൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി VP മേനോൻ ആണ്. VP മേനോൻ. മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പൊ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് 1947. ഇനി അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നോക്കാം. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമമാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പൊ എന്താണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. 1947 ആണ് വർഷം. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നാണ്. അപ്പൊ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4-നാണ്. 1947 ജൂലൈ 4-നാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് 1947 ജൂലൈ 5-നാണ്. അപ്പൊ എന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് 1947 ജൂലൈ 5-നാണ്. 4-ന് അവതരിപ്പിച്ചു, 5-ന് പാസാക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിന്റെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 1947 ജൂലൈ 18-നാണ്. ആ മാസം തന്നെ 1947 ജൂലൈ 18-നാണ്. അതിങ്ങനെ കൂട്ടിയാൽ മതി. 5, 4, 9 അല്ലേ? 9, 9, 18. അങ്ങനെ ഓർത്തു വെക്കുക. 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമൻ. ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതെന്നാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15-ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ലേബർ പാർട്ടിയാണ്. ലേബർ പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ആഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? വെള്ളിയാഴ്ചയായിരുന്നു. അപ്പൊ റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാണ്? വ്യാഴാഴ്ചയാണ് അല്ലെ? ഇന്ത്യ റിപ്പബ്ലിക് ആയ 1950 ജനുവരി 26 വ്യാഴാഴ്ചയാണ്. സ്വാതന്ത്ര്യ ദിനം വെള്ളിയാഴ്ചയും റിപ്പബ്ലിക് ഡേ വ്യാഴാഴ്ചയുമായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ഒപ്പുവെച്ചത് ജോർജ് ആറാമനാണെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലി. കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി ആയിരുന്നു. KPCC പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ KPCC പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ഇനി അടുത്തതാണ് ഇന്ത്യ വിഭജനം. സ്വാതന്ത്ര്യാനന്തരം ഉള്ള ഓരോ കാര്യങ്ങളാണ്, നടന്ന ഓരോ ഘട്ടങ്ങളാണ് ഇന്ത്യ വിഭജനം. അടുത്തത്
മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായും ഹിന്ദു സിഖ് ഭൂരിപക്ഷ പ്രദേശമായും പഞ്ചാബിനെ വിഭജിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് വോട്ട് ചെയ്തത് 1947 മാർച്ചിനാണ്. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹിന്ദു സിഖ് ഭൂരിപക്ഷ പ്രദേശമായും പഞ്ചാബിനെ വിഭജിച്ചു അല്ലെ. പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് അല്ലെ പഞ്ചാബ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായും ഹിന്ദു സിഖ് ഭൂരിപക്ഷ പ്രദേശമായും പഞ്ചാബിനെ വിഭജിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് വോട്ട് ചെയ്തത് 1947 അപ്പൊ എന്താണ്, മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശം പാകിസ്ഥാനിലോട്ട് ചേർക്കാനും ഹിന്ദുവും സിഖുകളും കൂടുതലുള്ള പ്രദേശത്തെ ഇന്ത്യയിലോട്ട് ചേർക്കാനുമായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു അല്ലെ 1947 മാർച്ചില്. അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5 അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. മതപരമായ ഇന്ത്യയുടെ വിഭജനത്തിന് വർഗീയതയും ദ്വിരാഷ്ട്ര സിദ്ധാന്തവും രണ്ടാം ലോകമഹായുദ്ധകാലത്തെ വിവിധ സംഭവങ്ങളുമാണ് കാരണമെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ കാരണം സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളായിരുന്നു. സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ. അപ്പൊ എന്താണ്, മതപരമായ ഇന്ത്യയുടെ വിഭജനത്തിന് വർഗീയത കാരണമായിട്ടുണ്ട്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം അല്ലെ, മുഹമ്മദ് അലി ജിന്നയൊക്കെ മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം. പിന്നെന്താണ്, ലോകമഹായുദ്ധകാലത്തെ വിവിധ സംഭവങ്ങൾ കാരണമൊക്കെ ആയിരുന്നുവെങ്കിലും വേറെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ്, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളുമായിരുന്നു. ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം വിഭജനത്തിനൊരു കാരണമാണ്. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു നയം വിഭജനത്തിന് കാരണമാണ്. 1909, 19 വർഷങ്ങളിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നിലവിൽ വന്നു അല്ലെ. 1909, 1919 കൗൺസിൽസ് ആക്ട് ഒക്കെ നിലവിൽ വന്നു. മുണ്ടേഗു ചെംസ്ഫോർഡ് നിയമങ്ങളൊക്കെ വന്നല്ലോ. അപ്പം നിയോജക മണ്ഡലങ്ങൾ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ, അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഒക്കെ നിലവിൽ വന്നു. 1932 കമ്മ്യൂണൽ അവാർഡ് നിലവിൽ വന്നു. ഇതൊക്കെ എന്താണ്, ഒരു വിഭജനത്തിന്റെ കാരണങ്ങളാണ്. 1932 കമ്മ്യൂണൽ അവാർഡൊക്കെ നിലവിൽ വന്നത് വിഭജനത്തിനുള്ള ഒരു കാരണമാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലീഗിന് പരോക്ഷമായ വീറ്റോ അനുവദിച്ചു. അതും ഒരു കാരണമാണ്. അതായത് വിഭജനത്തിന് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ വരികയാണ്. എന്തൊക്കെ കൊണ്ടാണ് കാരണം എന്നുള്ളത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലീഗിന് പരോക്ഷമായ വീറ്റോ അനുവദിച്ചു. പിന്നെ വിഭജനം നടന്ന 2 പ്രവിശ്യകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചാബും ബംഗാളുമാണ് അല്ലെ. പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ചു. അതായത് പഞ്ചാബിനെ പാകിസ്ഥാനിലോട്ടും വിഭജിച്ചു, കുറച്ചു ഭാഗം ഇന്ത്യയിലോട്ടും കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ബംഗാളിനെയും വിഭജിച്ചു, കുറച്ചു ഭാഗം ഇന്ത്യയിലുമാണ്, കുറച്ചു ഭാഗം ഇപ്പോൾ നിലവിലെ ബംഗ്ലാദേശിലുമാണ്. അപ്പം ബംഗാളിനെയും പഞ്ചാബിനെയും ഈ 2 പ്രവിശ്യകളെ വിഭജിച്ചു. ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപായി വന്ദേ മാതരം ആലപിച്ചത് സുജേത കൃപലാനിയാണ്. ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപായി വന്ദേമാതരം ആലപിച്ചത് സുജേത കൃപലാനിയാണ്. ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാൾ ആയിരുന്നു. ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ലൂയി മൗണ്ട് ബാറ്റനും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും അധികാരമേറ്റത് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തന്നെയാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും അധികാരമേറ്റത് 1947 ആഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ത്രിവർണ പതാക കൈമാറിയത് ഹൻസ മേത്തയാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ത്രിവർണ പതാക കൈമാറിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൻസ മേത്ത. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്ന സ്ഥലങ്ങളാണ് കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളില്. അപ്പൊ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നിവിടങ്ങളിലാണ്. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ വിഭജിക്കുകയാണെന്ന് ഇന്ത്യ വിഭജന വേളയിൽ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്.
നെഹ്റു ആണ്. നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇന്ത്യയെ വിഭജിക്കുകയാണ് എന്ന് ഇന്ത്യ വിഭജന വേളയിൽ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടെങ്കിലും നിരപരാധികൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത്. രണ്ട് ഭാഗത്തു നിന്നും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് എഴുതിയ നോവലാണ് ഭ്രാന്താലയം. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് എഴുതിയ നോവൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഭ്രാന്താലയം എന്നാണ്. ഭ്രാന്താലയം. ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജി ബംഗാളിലെ നവഖാലിയിലായിരുന്നു. ഗാന്ധിജിയുടെ സാന്നിധ്യം വർഗീയ കലാപം ആളിപ്പടരാതെ ആ പ്രദേശത്തെ രക്ഷിച്ചു. അടുത്തതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത്. ലയന കരാർ. ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോൻ. എന്താണ്? ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന വി പി മേനോൻ. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലൊക്കെ അംഗമായിട്ടുള്ള മലയാളിയൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അത് വി പി മേനോൻ ആണ്. ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു മേനോൻ. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു വി പി മേനോൻ. 1947 വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായി മാറിയ സർദാർ പട്ടേൽ വി പി മേനോനെ സെക്രട്ടറിയാക്കി. അപ്പൊ എന്താണ്? 1947 വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു ആര്? വി പി മേനോൻ. ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു അത് പറഞ്ഞു അല്ലെ, അഡീഷണൽ ആയിട്ട് കയറുന്നു. രജപുത്താന അതായത് ഇന്നത്തെ രാജസ്ഥാൻ, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങി നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ വി പി മേനോൻ മുഖ്യ പങ്ക് വഹിച്ചു. അപ്പൊ എന്താണ്? രജപുത്താന അതായത് രാജസ്ഥാൻ, ഇന്നത്തെ രാജസ്ഥാൻ, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് തുടങ്ങിയ നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ വി പി മേനോൻ മുഖ്യ പങ്ക് വഹിച്ചു. വി പി മേനോനെ പറ്റി മിക്കവാറും എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുള്ളതാണ്. കൃതികൾ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. മലയാളി ആരാണ്? അതായത് സ്റ്റേറ്റ് റീഓർഗനൈസേഷനിൽ സഹായിച്ച അല്ലെങ്കിൽ പങ്കുവഹിച്ച മലയാളി ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കൃതികളൊക്കെ ചോദിക്കാറുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. കൃതികൾ ഏതൊക്കെയാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകം, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിങ്ങനെ 2 കൃതികളാണ് ഇമ്പോർട്ടന്റ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടേതാണ്? വി പി മേനോന്റെ കൃതികളാണ്. പിന്നെ 1952 ഒറീസ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് വി പി മേനോൻ. 1952 ഒറീസ ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് വി പി മേനോൻ. അടുത്തത് നാട്ടുരാജ്യ വകുപ്പ് നിലവിൽ വന്നത് 1947 മെയ്യിലാണ്. നാട്ടുരാജ്യ വകുപ്പ് നിലവിൽ വന്നത് എന്നാണ്? 1947 മെയ്യിലാണ്. 565ഓളം നാട്ടുരാജ്യങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 565ഓളം നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചാണ് ഇന്ത്യയായിട്ട് മാറിയത്. 565ഓളം നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ചു. ഇവയിൽ 3 ഒഴികെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായി. ഇവയില് 3 ചേർന്നില്ല. ബാക്കി എല്ലാവരും ഇന്ത്യക്ക് ചേരാൻ തയ്യാറായിരുന്നു. ഈ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് എന്നിവയാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാത്തത് എന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? കശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ് എന്നിവയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം ഭാവ്നഗർ ആണ്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം
ഭാവ്നഗർ ആണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ അഥവാ ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് കാശ്മീർ. അപ്പൊ ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ ആണ്. ഇന്ത്യയോടും പാകിസ്ഥാനോടും ചേർന്ന് കിടക്കുന്ന ജമ്മു കാശ്മീർ നാട്ടുരാജ്യം 77% മുസ്ലിം ഭൂരിപക്ഷം ഉള്ളതിനാൽ പാകിസ്ഥാനിൽ ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മഹാരാജ ഹരിസിംഗ് ഇത് ചെയ്യാൻ മടിച്ചപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പാകിസ്ഥാൻ ഒരു ഗോത്ര ആക്രമണം നടത്തി. പകരം അദ്ദേഹം ഇന്ത്യയിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പൊ എന്താണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു, 77% മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമായിരുന്നു. ഇന്ത്യയോടും പാകിസ്ഥാനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശവുമാണ്. ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ത് വിചാരിച്ചു, പാകിസ്ഥാനും എല്ലാവരും വിചാരിച്ചു എന്ത്, കാശ്മീര് പാകിസ്ഥാനിലോട്ട് ചേരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ മഹാരാജ ഹരിസിംഗ് എന്തായിരുന്നു, ഇത് ചെയ്യാനായിട്ട് പാകിസ്ഥാനിൽ ചേരാനായിട്ട് മടിച്ചു. പാകിസ്ഥാൻ എന്നല്ല, എങ്ങും ഇന്ത്യയോടും ചേരുന്നില്ലായിരുന്നു, പാകിസ്ഥാനോടും ചേരുന്നില്ലായിരുന്നു. പക്ഷെ എന്താണ്, പാകിസ്ഥാൻ ആണെങ്കിൽ ഒരു ഗോത്ര ആക്രമണവും നടത്തി. അനുനയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ വഴങ്ങാനായിട്ട് ആക്രമിച്ചു, കാശ്മീരിനെ ആക്രമിച്ചു. അപ്പൊ പകരം ഇന്ത്യയിൽ ചേരാനായിട്ട് തീരുമാനിച്ചു. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസിംഗ് ആണ്. ഇന്ത്യൻ യൂണിയനിൽ കാശ്മീരിൽ ലയിച്ചപ്പോൾ അവിടെ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്, രാജ ഹരിസിംഗ് ആണ്. രാജ ഹരിസിംഗ്. കാശ്മീർ ഇന്ത്യയിലേക്ക് സംബന്ധിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് 1947 ഒക്ടോബർ 26-നാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഡേറ്റ് ആണ്. കാശ്മീർ ഇന്ത്യയിലേക്ക് ലയിക്കാൻ സമ്മതിച്ചുകൊണ്ട് ലയന കരാർ ഒപ്പുവെച്ചത് എന്നാണ്, 1947 ഒക്ടോബർ 26-നാണ്. ആ വർഷം തന്നെയാണ്, ഓർത്തു വെക്കുക. 1947 ഒക്ടോബർ 26-നാണ്. ഒക്ടോബർ 26. 1947 നവംബറിൽ ഒരു വർഷത്തേക്ക് തൽസ്ഥിതി കരാറിൽ ഇന്ത്യ ഗവൺമെന്റുമായി ഒപ്പുവെച്ച നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. അപ്പൊ 1947 നവംബറിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള തൽസ്ഥിതി കരാറിൽ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒപ്പുവെച്ച നാട്ടുരാജ്യം ഹൈദരാബാദ് ആണ്. അടുത്തത്, ഹൈദരാബാദ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം ഹിന്ദു ജനസംഖ്യയും വലിയൊരു മുസ്ലിം ന്യൂനപക്ഷവുമുള്ള ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത്. അപ്പൊ എങ്ങനെയാണ്, ഹൈദരാബാദ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം ഹിന്ദു ജനസംഖ്യയും വലിയൊരു മുസ്ലിം ന്യൂനപക്ഷവുമുള്ള ഒരു മുസ്ലിം ഭരണാധികാരിയായിരുന്നു ആ സമയത്ത് ഹൈദരാബാദ് ഭരിച്ചിരുന്നത്. ഹൈദരാബാദ് നിസാം ഡൊമീനിയൻ പദവി നേടാൻ ആഗ്രഹിച്ചു. ഡൊമീനിയൻ പദവിയാണ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നത്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോയാണ് 1948. ഓപ്പറേഷൻ പോളോ 1948. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ. സെപ്റ്റംബർ 13 ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഹൈദരാബാദ് അധിനിവേശം ആരംഭിച്ചു. 1948 സെപ്റ്റംബർ 13 ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഹൈദരാബാദ് അധിനിവേശം ആരംഭിച്ചു. 5 ദിവസത്തെ പോരാട്ടത്തിൽ ഹൈദരാബാദി സൈന്യം പരാജയപ്പെട്ടു. 1950 ജനുവരി 25-ന് നിസാം കേന്ദ്ര സർക്കാരുമായി ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പുവെച്ചു. അപ്പൊ എന്നാണ് 1950 ജനുവരി 25 ഹൈദരാബാദ് ഒപ്പുവെച്ചത്. ഹൈദരാബാദിനെ ഇന്ത്യയുടെ ആധിപത്യത്തിലേക്ക് ഔപചാരികമായി സംയോജിപ്പിക്കുന്നത് വളരെ വൈകിയാണ് നടന്നത്. ഒരു ദിവസത്തിന് ശേഷം ജനുവരി 26-ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നിസാം രാജപ്രമുഖ അല്ലെങ്കിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. അപ്പൊ അങ്ങനെയാണ് 1950 ജനുവരി 25-നാണ് ഹൈദരാബാദ് അക്സഷനിൽ ഒപ്പുവെച്ചത്. ജനുവരി 26-ന് റിപ്പബ്ലിക്കായി. പിന്നെ അന്നത്തെ നിസാം എന്തായിട്ട് ചുമതലയേറ്റു, ഗവർണറായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം ആരാണ്? മിർ ഉസ്മാൻ അലി ഖാൻ ആണ്. ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കുമ്പോൾ നൈസാം ആരാണ്? മിർ ഉസ്മാൻ അലി ഖാൻ ആണ്. മിർ ഉസ്മാൻ അലി ഖാൻ. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത വർഷം 1948 സെപ്റ്റംബറിലാണ്. 1948 സെപ്റ്റംബറിലാണ്. പക്ഷെ ഔദ്യോഗികമായിട്ട് ഒപ്പുവെച്ചെന്ന് ചോദിക്കുമ്പോൾ 1950 ജനുവരി 26-ലാണ് പറയുന്നത്. 25.
റഫറണ്ടം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. റഫറണ്ടം അതായത് ജനഹിത പരിശോധനയിലൂടെ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. ജുനഗഡ് സംസ്ഥാനം ആദ്യം പാകിസ്ഥാനിൽ ചേർന്നെങ്കിലും അതിലെ ഹിന്ദു ജനസംഖ്യയുടെ കലാപം നേരിടേണ്ടി വന്നു. അപ്പൊ ജുനഗഡ് സംസ്ഥാനം ആദ്യം പാകിസ്ഥാനിലാണ് ചേർന്നത്, പക്ഷെ അതിലെ ഹിന്ദു ജനസംഖ്യയുടെ കലാപം നേരിടേണ്ടി വന്നു. വിഭജനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യത്തിന്റെ തത്വം ലംഘിച്ചതിനാൽ ജുനഗഡിനെ കൂട്ടിച്ചേർക്കൽ അസാധുവാണെന്ന് ഇന്ത്യ കണക്കാക്കി. അപ്പൊ എങ്ങനെയാണ് വിഭജനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സാമീപ്യത്തിന്റെ തത്വം ലംഘിച്ചതിനാൽ ജുനഗഡിന്റെ കൂട്ടിച്ചേർക്കൽ അസാധു, അതായത് പാകിസ്ഥാനിലോട്ട് കൂട്ടിച്ചേർത്തത് അസാധുവാണെന്ന് ഇന്ത്യ കണക്കാക്കി. എന്നാൽ ജുനഗഡിന്റെ സമുദ്ര അതിർത്തി പാകിസ്ഥാനുമായി കടൽ മാർഗം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വാദിച്ചു. അപ്പൊ അതാണ് ജുനഗഡിന്റെ സമുദ്ര അതിർത്തി പാകിസ്ഥാനുമായി കടൽ മാർഗം ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വാദിച്ചു. ക്രമസമാധാന നില തകർന്നതിനെ തുടർന്ന് 1947 നവംബർ 8 ഇന്ത്യ ഭരണം ഏറ്റെടുക്കാൻ അതിന്റെ ദിവാൻ അഭ്യർത്ഥിച്ചു. അപ്പൊ എന്താണ്, ക്രമസമാധാന നില തകർന്നു, കലാപങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ. അപ്പൊ 1947 നവംബർ 8 ദിവാൻ തന്നെ എന്തു പറഞ്ഞു, ഇന്ത്യയോട് ജുനഗഡിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു. 1948 ഫെബ്രുവരി 20 ഇന്ത്യ സംസ്ഥാനത്ത് ഒരു റഫറണ്ടം നടത്തി. അപ്പൊ എന്താണ്, 1948 ഫെബ്രുവരി 20 എന്താണ്, ഇന്ത്യ ജുനഗഡില് റഫറണ്ടം നടത്തി, ജനഹിത പരിശോധന നടത്തി. അതിൽ ജനങ്ങൾ ഇന്ത്യയിൽ ചേരാൻ വൻതോതിൽ വോട്ട് ചെയ്തു. അപ്പൊ അതിലെ ജനങ്ങൾ എന്താണ്, ഇന്ത്യയിൽ ചേരാനാണ് അവർക്ക് ആഗ്രഹമെന്ന് അവര് വോട്ട് ചെയ്തു. അങ്ങനെയാണ് ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവാണ് സമൽ ദാസ് ഗാന്ധി. ജുനഗഡിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഉയർന്നു വന്ന ജനകീയ സമരത്തിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സമൽദാസ് ഗാന്ധി. പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയാനുള്ള സംവിധാനമാണ് റഫറണ്ടം അഥവാ ജനഹിത പരിശോധന. പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയാനുള്ള സംവിധാനമാണ് റഫറണ്ടം അഥവാ ജനഹിത പരിശോധന. ജുനഗഡിൽ റഫറണ്ടം നടന്നത് 1948 ഫെബ്രുവരി 24 അപ്പൊ ജുനഗഡിൽ റഫറണ്ടം നടന്നത് എന്നാണ് 1948 ഫെബ്രുവരി 26 ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകളാണ് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം എന്നിവ. അപ്പോൾ ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവ. അപ്പം 1954 ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു ഈ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവയൊക്കെ. അത് ഉപേക്ഷിച്ച് അവര് തിരിച്ചുപോയി. 1954 ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവയൊക്കെ. ഇതൊക്കെ പിടിച്ച് അടക്കുകയാണ് ചെയ്തത് കേട്ടോ, പിടിച്ചടക്കുകയാണ് ചെയ്തത്, അല്ലാതെ അവർ വെറുതെ തന്നിട്ട് പോയതൊന്നുമല്ല, നമ്മളതൊക്കെ പിടിച്ചടക്കുകയായിരുന്നു. 1961 പോർച്ചുഗൽ ഇന്ത്യക്ക് കൈമാറിയ അധിനിവേശ പ്രദേശങ്ങളാണ് ഗോവ, ദാമൻ, ദിയു എന്നിവ. അപ്പൊ 1961 പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങൾ ഇന്ത്യക്ക് കൈമാറിയത് അവര്, ഗോവ, ദാമൻ, ദിയു എന്നിവ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളുണ്ട്. ഇതൊക്കെ SCERTയിലുള്ള പോയിന്റുകളാണ് കേട്ടോ, പഴയ SCERT പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. മേഘൈ താക്കധാര, ഋത്വിക് കട്ടക്, ഗരം ഹവ, MS സത്യു, തമസ്, ഗോവിന്ദ് നിഹലാനി, ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്സ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകൾ. മേഘൈ താക്കധാരയാണ്, സംവിധായകൻ ആരാണ്? ഋത്വിക് കട്ടക്കാണ്. ഗരം ഹവയുടെ സംവിധായകൻ MS സത്യു ആണ്. തമസ് എന്നുള്ള പടം ഗോവിന്ദ് നിഹലാനിയുടെ ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ളത് പമേല റൂക്സ്. ഇനിയാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം 1920. അപ്പൊ എന്താണ്, ഭാഷയുടെ അടിസ്ഥാനത്തില് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായിട്ട് ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ സമ്മേളനമാണ്. 1920 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. നാഗ്പൂർ സമ്മേളനം 1920. അധ്യക്ഷനാരായിരുന്നു? സി വിജയ രാഘവ ആചാര്യനായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷനാരായിരുന്നു? സി വിജയ രാഘവ ആചാര്യൻ.
1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ SK ഥർ ആയിരുന്നു. 1948 ജൂണിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ SK ഥർ ആയിരുന്നു. SK ഥർ. 1948 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ കമ്മീഷനാണ് JVP കമ്മിറ്റി. അപ്പൊ എന്താണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമിച്ചത് അതിന്റെ അധ്യക്ഷൻ SK ഥറും 1947 ഡിസംബറിൽ കോൺഗ്രസ് നിയമിച്ച ഭാഷാ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റിയാണ്. അതിലെ അംഗങ്ങൾ ഏതൊക്കെയാണ്? J ഫോർ ജവഹർലാൽ നെഹ്റു, V ഫോർ വല്ലഭായ് പട്ടേൽ, P ഫോർ പട്ടാഭി സീതാരാമയ്യ. അപ്പൊ ഏതാണ്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേല്, പട്ടാഭി സീതാരാമയ്യ. അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ആന്ധ്ര എന്നാണ് രൂപം കൊണ്ടത്? 1953 ഒക്ടോബർ 1-നാണ്. 1953 ഒക്ടോബർ 1 ഇമ്പോർട്ടന്റ് ആണ്. 1953 ഒക്ടോബർ 1. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചു മരണപ്പെട്ട വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസമാണ് നിരാഹാരം കിടന്നത്. ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചു മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു ആണ്. 58 ദിവസം നിരാഹാരം അനുഷ്ഠിച്ചു. ഇന്ത്യയിൽ അവസാനമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് അല്ലെ? തെലങ്കാന 2014 ജൂൺ 2-നാണ് തെലങ്കാന രൂപീകരിച്ചത്. തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി BN ശ്രീകൃഷ്ണ കമ്മിറ്റിയാണ്. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. 2019 ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളാകുകയും ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവ സംയോജിപ്പിക്കുകയും ചെയ്തതോടെ ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. അപ്പൊ നിലവിൽ എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇപ്പൊ ഉള്ളത്. എങ്ങനെയാണ്? 2019 ജമ്മു കാശ്മീരും ലഡാക്കും എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി, 2ആക്കി അല്ലെ? ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവ സംയോജിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അംഗങ്ങൾ ആരൊക്കെയാണ്? സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണ്. സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണ്. ഇത് ഒരുപാട് തവണ ഈ സർദാർ KM പണിക്കറുടെ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. എന്ത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ അധ്യക്ഷൻ പലതവണ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. പിന്നെ അംഗങ്ങളെ പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇവരില് അംഗമല്ലാത്തത് ആര്? ഈ 3 പേരെ തന്നിട്ട് ഏതേലും ഒരു വ്യക്തിയും കൂടെ തരും. എന്നിട്ട് അംഗമല്ലാത്തത് ആരാന്ന് ചോദിക്കും. ചിലപ്പോൾ VP മേനോനെയൊക്കെ എടുത്തത്. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവും. VP മേനോനും ഈ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് പിന്നെ 3 വർഷം കഴിഞ്ഞു അല്ലെ? 1956-ലാണ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956-ലാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956-ലാണ്. ഔദ്യോഗികമായിട്ട് തുടങ്ങിയത് 1956-ലാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956-ലാണ്. അതിനുശേഷം എന്താണ്? 1956 നവംബർ 1-ാം തീയതി, ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, നവംബർ 1-ാം തീയതി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു അല്ലെ? കേരളം നിലവിൽ വന്നത് 1956 നവംബർ 1-നല്ലേ? അപ്പൊ അന്നാണ് 1956 നവംബർ 1-നാണ് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഇന്ത്യ നിലവിൽ വന്നത്. അതായത് ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. അപ്പൊ അത്രയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.